എനിക്ക് ഈ അവസരം തന്നതിന് നന്ദി. എന്റെ പേര് സുന്ദർ രാജൻ. അടിസ്ഥാനപരമായി ഹിന്ദുമതത്തിൽ നിന്നാണ്. പക്ഷെ ഹിന്ദുവിനെയോ മുസ്ലിമിനെയോ ക്രിസ്ത്യാനിയെയോ വ്യത്യാസമായി ഞാൻ കാണുന്നില്ല. എനിക്ക് ചെറിയൊരു സംശയമുണ്ട്. അതായത്, ദൈവത്തിന് രൂപമില്ല. അമ്പലത്തിൽ പോയാൽ താങ്കൾക്ക് ശരിക്കും അറിയുന്നത് പോലെ വ്യത്യസ്ത രൂപത്തിലും നാമത്തിലുമുള്ള ദൈവങ്ങളെ കാണാം, പ്രതിമകൾ കാണാം. എന്റെ ചോദ്യം ഇതാണ്: ഞാൻ അമ്പലത്തിൽ പോയാൽ എനിക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ അമ്പലത്തിൽ പോയി ഞാൻ പ്രാർത്ഥിച്ചാൽ ദൈവം അത് സ്വീകരിക്കുമോ ഇല്ലയോ? ഇതാണ് എന്റെ ചോദ്യം. സഹോദരൻ ചോദിച്ചത്, ദൈവത്തിന് രൂപമില്ല, എന്നാൽ ഞാൻ അമ്പലത്തിൽ പോയി പ്രതിമകളെ ആരാധിച്ചാൽ ദൈവം എന്നെ കേൾക്കുമോ? ദൈവം എന്റെ ചോദ്യത്തിന് ഉത്തരം നൽകുമോ എന്നാണ്. സഹോദര, താങ്കൾ ഭഗവത്ഗീത വായിച്ചാൽ ഹിന്ദു വേദഗ്രന്ഥങ്ങളിൽ ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്ന ഗ്രന്ഥമാണ് ഭഗവത്ഗീത. സഹോദര, താങ്കൾക്ക് ഭഗവത്ഗീത അറിയുമോ? മുഴുവനായി അറിയില്ല, അല്പം അറിയാം. ഭഗവത്ഗീതയിലെ 7-ാം അധ്യായം 20-ാം ശ്ലോകത്തിൽ പറയുന്നു, സ്വന്തം സ്വഭാവത്തിന് വശംവതരായി ഓരോരോ ആഗ്രഹങ്ങൾക്ക് അധീനമായ ബുദ്ധിയോടുകൂടിയവർ അന്യദേവതകളെ അതാതിന്റെ നിയമം അനുസരിച്ച് ഭജിക്കുന്നു. അതായത്, താങ്കൾ സ്വന്തം ഇഷ്ടത്തിന് പ്രവർത്തിക്കുന്ന ഒരാളാണെങ്കിൽ താങ്കൾ തെറ്റായ ദൈവത്തെയാണ് ആരാധിക്കുന്നത്. പിന്നെയും പറയുന്നു, തെറ്റായ ദൈവത്തെ ഒരാൾ ആരാധിച്ചാൽ സർവശക്തനായ യഥാർത്ഥ ദൈവം പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകില്ല. തെറ്റായ ദൈവത്തിന്റെ സാമ്രാജ്യത്തിലേക്ക് പോകുക. അതിനർത്ഥം തെറ്റായ ദൈവത്തെ ആരാധിച്ചാൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കില്ല എന്നാണ്. അതിലൂടെ തെറ്റായ ദൈവത്തിന്റെ സാമ്രാജ്യത്തിലേക്ക് പോകും. ഇതേ കാര്യം ഖുർആനും പറയുന്നു. 2-ാം അധ്യായം അൽ-ബഖറയിലെ 15-ാം വചനത്തിൽ പറയുന്നു, എന്നാൽ അള്ളാഹു ആവട്ടെ അവരെ പരിഹസിക്കുകയും അതിക്രമങ്ങളിൽ വിഹരിക്കുവാൻ അവരെ അയച്ചുവിട്ടിരിക്കുകയുമാവുന്നു. അള്ളാഹു കപടവിശ്വാസികളുടെയും അവിശ്വാസികളുടെയും കാപ്പട്യത്തെക്കുറിച്ച് പറയുകയാണ്. എന്നാൽ അള്ളാഹു ആവട്ടെ അവരെ പരിഹസിക്കുകയും അതിക്രമങ്ങളിൽ വിഹരിക്കുവാൻ അവരെ അയച്ചുവിട്ടിരിക്കുകയുമാവുന്നു. തെറ്റായ ദൈവത്തെ ആരാധിച്ചാലും പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കും. അതിനർത്ഥം താങ്കൾ ആരാധിക്കുന്നത് ശരിയായ ദൈവത്തെയാണ് എന്നല്ല. കാരണം ധാരാളം ചിന്തിക്കുന്നു. ഉദാഹരണത്തിന്, ധാരാളം അമുസ്ലിങ്ങൾ സമ്പന്നരാണ്, ആഡംബര ജീവിതം നയിക്കുന്നു. സമ്പത്ത് സ്വർഗത്തിലേക്ക് പോവാനുള്ള മാനദണ്ഡമല്ല. ഖുർആൻ പറയുന്നത് സമ്പത്ത് പരീക്ഷണമാണ്. താങ്കൾക്ക് ലഭിക്കുന്ന നന്മ 2 കാരണങ്ങളാവാം. ഒന്നുകിൽ ദൈവത്തിൽ നിന്നുള്ള പ്രതിഫലം, അല്ലെങ്കിൽ ദൈവ പരീക്ഷണം. താങ്കൾക്ക് ലഭിക്കുന്ന തിന്മ ഒന്നുകിൽ ശിക്ഷയാവാം, അല്ലെങ്കിൽ പരീക്ഷണമാവാം. താങ്കൾ വ്യാജ ദൈവത്തെ ആരാധിക്കുന്നു എന്ന് വിചാരിക്കുക. താങ്കൾ അമ്പലത്തിൽ പോകുന്നു, അവിടെയുള്ള പ്രതിമയെ ആരാധിക്കുന്നു. പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചുവെന്ന കാരണം കൊണ്ട് യഥാർത്ഥ ദൈവത്തെയാണ് താങ്കൾ ആരാധിച്ചത് എന്ന് വരുന്നില്ല. ദൈവം നിന്നെ പരീക്ഷിക്കുകയാണ്. സമ്പത്ത് ചോദിച്ചാൽ ദൈവം സമ്പത്ത് നൽകും. നേർമാർഗം പിന്തുടരുന്നുണ്ടോ ഇല്ലയോ എന്ന് പരീക്ഷിക്കുകയാണ്. ഹൈന്ദവ വേദങ്ങൾ വായിച്ചാൽ ഭഗവത്ഗീത ഹൈന്ദവ വേദഗ്രന്ഥങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഹൈന്ദവ ഗ്രന്ഥങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടവ വേദങ്ങളാണ്. 2 തരം വേദങ്ങളുണ്ട്. ഒന്ന് ശ്രുതി, മറ്റേത് സ്മൃതി. ശ്രുതി ദൈവവചനവും സ്മൃതി മനുഷ്യവചനവുമാണ്. ശ്രുതികളിൽ വേദങ്ങളും ഉപനിഷത്തുകളും പെടുന്നു. ഇവയാണ് മികച്ചത്. ഛന്ദോഗ്യോപനിഷത്ത് 6-ാം അധ്യായം ഭാഗം 2 1-ാം ശ്ലോകത്തിൽ പറയുന്നു, എക്കം ഇവിദിത്യം. ഇത് സംസ്കൃത ഉദ്ധരണിയാണ്. ഇതിനർത്ഥം ദൈവം ഏകനാണ് എന്നാണ്. ശ്വേതശതാര ഉപനിഷത്ത് 6-ാം അധ്യായം 9-ാം വചനത്തിൽ പറയുന്നു, നതസ്യ കസിച്ച് ജനിതാകസതിവ. ദൈവമല്ലാതെ മറ്റാരുമില്ല, അവന് മാതാപിതാക്കളില്ല. ദൈവത്തിന് പിതാവില്ല, മാതാവില്ല. ശ്വേതശ്വേതാര ഉപനിഷത്ത് 4-ാം അധ്യായം 19-ാം വചനത്തിൽ പറയുന്നു, നതസ്യ പ്രതിമാസ്തി. ദൈവത്തിന് പ്രതിമയില്ല, ചിത്രമില്ല, രൂപമില്ല, മൂർത്തിയില്ല, ഛായാചിത്രമില്ല, ബിംബമില്ല. യജുർവേദത്തിലും ഇതേ സന്ദേശം ആവർത്തിക്കുന്നുണ്ട്. 32-ാം അധ്യായം 3-ാമത്തെ മന്ത്രത്തിൽ പറയുന്നു, നതസ്യ പ്രതിമാസ്തി. ദൈവത്തിന് പ്രതിമയില്ല, ചിത്രമില്ല, രൂപമില്ല, മൂർത്തിയില്ല, ഛായാചിത്രമില്ല, ബിംബമില്ല. വേദങ്ങളിലേക്ക് മടങ്ങിപ്പോയാൽ ഹൈന്ദവ വേദങ്ങളിൽ ദൈവത്തിന് പ്രതിമയില്ല, ചിത്രമില്ല, രൂപമില്ല എന്നാണ് പറയുന്നത്. ഒരു ചിത്രത്തെ ആരാധിച്ചാൽ അത് വേദത്തിനെതിരാണ്, ഉപനിഷത്തിനെതിരാണ്. താങ്കൾ പോയി പ്രാർത്ഥിച്ചാൽ ഭഗവത്ഗീത പറയുന്നത് പോലെ ചിലപ്പോൾ താങ്കളെ പരീക്ഷിക്കാൻ വേണ്ടി ഉത്തരം ലഭിക്കും. താങ്കൾ കൽപ്പനകൾ പാലിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന പരീക്ഷണമാണ്. താങ്കളുടെ ആരാധന ശരിയാണ് എന്നതിനർത്ഥമില്ല. വേദം പിന്തുടരണമെന്ന് പറയാൻ കാരണം അതാണ്. ഹൈന്ദവ വേദപ്രകാരം ദൈവത്തിന് പ്രതിമയോ രൂപമോ ചിത്രമോ ഇല്ല. ദൈവത്തിന്റെ പ്രതിമയോ ചിത്രമോ രൂപമോ ഉണ്ടാക്കുന്നത് ഹൈന്ദവതയിൽ നിരോധിക്കപ്പെട്ടതാണ്. ചോദ്യത്തിന് ഉത്തരം പറഞ്ഞുവെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, നന്ദി. ദൈവത്തിന് പ്രതിമയുണ്ടെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? അതെ. ബിംബാരാധനയിൽ വിശ്വസിക്കുന്നുണ്ടോ? എന്താ ഉദ്ദേശിച്ചത്? ബിംബാരാധനയിൽ വിശ്വസിക്കുന്നുണ്ടോ? അതെ. അത് വേദങ്ങൾക്കെതിരാണ്.
എന്നെ സംബന്ധിച്ച് വിശ്വാസം മാത്രമേയുള്ളൂ. സഹോദര, താങ്കൾ ഒരു ഹിന്ദുവാണെന്നാണ് പറഞ്ഞത്, ശരിയല്ലേ? അതെ. താങ്കൾ വേദത്തിൽ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ? അതെ. ഹൈന്ദവ വേദങ്ങളിൽ നിന്നാണ് ഞാൻ ഉദ്ധരിച്ചത്. ഹൈന്ദവ വേദഗ്രന്ഥങ്ങളിലെ യജുർവേദം 32 അധ്യായം മന്ത്രം 3 പറയുന്നു, ദൈവത്തിന് രൂപമില്ല, ചിത്രമില്ല, പ്രതിമയില്ല, ബിംബമില്ല. അപ്പോൾ ബിംബാരാധന തെറ്റല്ലേ? എനിക്ക് ആശയവിനിമയ ശേഷി അല്പം കുറവാണ്, അതുകൊണ്ട് കൂടുതൽ പറയാൻ സാധിക്കില്ല. ആശയവിനിമയ ശേഷി വേണമെന്നില്ല, താങ്കൾ വായിക്കണം, താങ്കളുടെ വേദങ്ങൾ വായിക്കണം. ഞാൻ ഉദ്ധരിച്ചത് ഹൈന്ദവ വേദങ്ങളിൽ നിന്നാണ്. വീട്ടിൽ പോയി നോക്കുക, അല്ലെങ്കിൽ ബോംബെയിലെ ഇസ്ലാമിക് റിസർച്ച് ഫൗണ്ടേഷൻ ലൈബ്രറിയിൽ ലോകത്തെ എല്ലാ വേദഗ്രന്ഥങ്ങളുടെയും പരിഭാഷയുണ്ട്. അല്ലെങ്കിൽ ഇന്റർനെറ്റിൽ യജുർവേദം 32 അധ്യായം മന്ത്രം 3 പരിഭാഷ വായിക്കുക. അതിൽ ദൈവത്തിന് പ്രതിമയില്ല, രൂപമില്ല, ബിംബമില്ല എന്ന് പറയുന്നു. താങ്കൾ വേദത്തിൽ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ? അതെ, ഞാൻ വിശ്വസിക്കുന്നു. വേദത്തിൽ ദൈവത്തിന് പ്രതിമയില്ല, ബിംബമില്ല എന്ന് പറഞ്ഞിട്ടും താങ്കൾ അമ്പലത്തിൽ പോകുമോ? എന്റെ ചെറുപ്പം മുതൽ ഞാൻ പോകുന്നുണ്ട്. പിതാവ് ചെറുപ്പത്തിൽ 2 കൂട്ടിയാൽ 5 ആണ് എന്ന് പറഞ്ഞാൽ താങ്കൾ ഇന്നും അത് വിശ്വസിക്കുമോ? 1-ാം തരം മുതൽ അങ്ങനെ പഠിച്ചാൽ അങ്ങനെ ചെയ്യും. 1-ാം തരത്തിൽ 2 കൂട്ടിയാൽ 5 ആണെന്ന് പഠിപ്പിച്ചാൽ ഇപ്പോഴും 2 കൂട്ടിയാൽ 5 ആണെന്ന് പറയുമോ? എന്റെ അറിവിന്റെ ആദ്യപടിയാണത്, ഞാനത് സ്വീകരിക്കും. താങ്കളുടെ മകൻ സ്കൂളിലേക്ക് പോകുന്നു, അവൻ 2 കൂട്ടിയാൽ 5 ആണെന്ന് പറയുന്നു. ഓക്കെ മോനെ, ഒരു പ്രശ്നവുമില്ല, ഇതുപോലെ പറഞ്ഞോളൂ എന്ന് പറയുമോ? ഇല്ല 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 ഇല്ല. താങ്കൾ എന്താണ് പറയുക? മോനെ, ടീച്ചർ തെറ്റാണ് പഠിപ്പിച്ചത്. 2 കൂട്ടിയാൽ 4 ആണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. പിന്നെ എങ്ങനെ ഞാൻ എന്റെ മകനെ 2+3 = 5 എന്ന് എങ്ങനെ പഠിപ്പിക്കും? സ്കൂളിൽ ചേർക്കാൻ പോകുമ്പോൾ ആദ്യം ക്ലാസ് ടീച്ചറെ ഇന്റർവ്യൂ ചെയ്യുമോ? ഇല്ല. ഗണിതാധ്യാപകൻ തെറ്റാണ് പഠിപ്പിച്ചതെന്ന് വിചാരിക്കുക, താങ്കൾ മകനെ തിരുത്തുമോ? അത് ഞാൻ തിരുത്തും. അതുകൊണ്ടാണ് ഞാൻ താങ്കളെ തിരുത്തുന്നത്. സഹോദര, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. നന്ദി. ഞാൻ താങ്കളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് തിരുത്തുന്നത്. താങ്കൾ പറയുന്നത് ഹൈന്ദവ വേദങ്ങൾക്കെതിരാണ്. ഖുർആൻ പറയുന്നത് മറന്നേക്കൂ, ബൈബിൾ പറയുന്നത് മറന്നേക്കൂ. താങ്കളുടെ ഹൈന്ദവ വേദഗ്രന്ഥങ്ങൾ പറയുന്നു ദൈവത്തിന് പ്രതിമയില്ല, ബിംബമില്ല, രൂപമില്ല, ചിത്രമില്ല. താങ്കൾ ബിംബത്തെ ആരാധിക്കുന്നുവെങ്കിൽ അത് താങ്കളുടെ വേദഗ്രന്ഥത്തിനെതിരാണ്. സഹോദര, എനിക്ക് താങ്കളോട് ആവശ്യപ്പെടാനുള്ളത്, ഇന്ന് വീട്ടിലേക്ക് തിരിച്ചു ചെല്ലുമ്പോൾ ഇന്റർനെറ്റിൽ യജുർവേദം 30:3 എന്ന് ടൈപ്പ് ചെയ്ത് ശ്വേതശ്വേതാരോപനിഷത്ത് 4:19 ടൈപ്പ് ചെയ്ത് അതിന്റെ പരിഭാഷ വായിക്കുക. എന്നിട്ട് നാളെ വരിക. നാളെയും ചോദ്യോത്തരവേളയുണ്ട്. നാളെ ഇതേ സമയം 9 മണിക്ക് ഇൻഷാ അല്ലാഹ് താങ്കൾക്ക് ആദ്യാവസരം നൽകാം. ഓക്കെ, നന്ദി.